സമാധാനമായിട്ടൊന്ന് ഉറങ്ങും. നാളെ നേരം വെളുക്കുന്നതോടെ ഞാൻ എൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരും. ഇനി അങ്ങോട്ട് ഈ വസുന്ധര തന്നെയായിരിക്കും ഈശ്വരമംഗലത്തെ രാജ്ഞി. വല്ലാത്തൊരാശ്വാസമായി. അമ്മ ഇത്ര വേഗം എഴുന്നേറ്റ് റെഡിയായോ? നീ ഇല്ലാതിരുന്നപ്പോ ഉണർന്നാലും വെറുതെ ഇങ്ങനെ കട്ടിലിൽ കിടക്കുമായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ, കണ്ണു തുറന്നാൽ എഴുന്നേൽക്കാൻ ഒരു ഉത്സാഹല്ലേ. ആ എങ്കിൽ എന്റെ മോള് ചൂടോടെ ദേ ഈ ചായ അങ്ങോട്ട് കുടിച്ചേ. എനിക്ക് വേണ്ട. വേണ്ടേ? അതെന്തു പറ്റി? ഇനിയിപ്പോ എന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ നീ വന്ന് ചായ ഉണ്ടാക്കും. നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ചായ വാങ്ങി കുടിക്കാൻ വേണം. ഇന്നേ ഒരു ചേഞ്ച് ആയാലോ എന്ന് ആലോചന പെട്ടെന്ന് തോന്നിയതാണേ. ആഹാ, അത് കൊള്ളാലോ. പറ, എന്ത് ചേഞ്ചാണ് എന്റെ അമ്മയമ്മയ്ക്ക് വേണ്ടത്? ആഗ്രഹം എന്ന് പറഞ്ഞാ അത് അഹങ്കാരാണെന്ന് തോന്നരുത്. ആദ്യം ആഗ്രഹം കേൾക്കട്ടെ. അഹങ്കാരമാണോ അല്ലയോ എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ വേണ്ട, നീ ആ ചായ ഇങ്ങനെ ഞാൻ കുടിച്ചോളാം. അയ്യടാ, എന്റെ അമ്മ ആദ്യമായിട്ടാ എന്നോടൊരാഗ്രഹം പറയുന്നത്. അത് സാധിക്കാതിരുന്നാ ശരിയല്ലല്ലോ. പറ, എന്താ ആഗ്രഹം? അതെ, നിന്റെ ഗോപി അങ്കിളിന്റെ ഭാര്യയായിട്ട് ഞാൻ വന്നതിന് ശേഷം ഇന്നോളം നടക്കുന്ന ഒരു ചിട്ടയുണ്ട്. രാവിലെ എഴുന്നേറ്റ വസുന്ധര ഹാളിലേക്ക് വന്നിരിക്കും. എന്നിട്ട് നീട്ടിയൊരു വിളിയുണ്ട്, ഏട്ടത്തീ ഒരു ചായ. ഞാൻ ചായ ഇട്ട് കൈ കൊണ്ട് കൊടുക്കണം. ഇന്നേ നമുക്കതൊന്ന് മാറ്റിയാലോ, ഒരൊറ്റ ദിവസത്തേക്ക്. എന്ത് മാറ്റവും അമ്മ ഉദ്ദേശിക്കുന്നത്? വസുന്ധരയുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കണം എനിക്ക്. വെറുതെ ഒരു ആഗ്രഹ. ഇന്നത്തേക്ക് മാത്രം മതി. നടക്കൂ? ഉറപ്പായും നടക്കും. അമ്മ നേരെ ഹാളിലേക്ക് ചെല്ലും. എന്നിട്ട് ആ സെറ്റിയിലേക്ക് രാജ്ഞിയെ പോലെ കാലും വെച്ച് അങ്ങോട്ട് ഇരിക്കും. ഒരു പോട്ടിക്ക് അഹംഭാവവും ഒരല്പ അഹങ്കാരവും മുഖത്ത് വന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് മുകളിലേക്ക് നോക്കി നീട്ടി ഒരൊറ്റ വിളി അങ്ങ് വിളിക്കണം, വസുന്ധരേന്ന്. ഈശ്വരമംഗലമേ കിടുങ്ങണം. അയ്യോ, വസുന്ധര ആന്റി പേടിച്ച് വേറച്ച അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കും. പിന്നെ ഒരു ആജ്ഞയെ പോലെ അങ്ങോട്ട് പറയണം, വസുന്ധരെ പോയി ചായ എടുത്തോണ്ട് വാന്ന്. വസുന്ധര അനുസരിക്കൂ? അനുസരിക്കുമെന്നോ? ഒരു വേലക്കാരിയെ പോലെ അനുസരിക്കും. ദേ, പെർഫോമൻസ് അങ്ങനെ ആയിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ചേരുവകളില്ലേ, അഹങ്കാരം, അഹംഭാവം, തലക്കനം, ധാർഷ്ട്യം, ഇതെല്ലാം മിക്സ് ചെയ്തോണം. എന്നെ കൊണ്ട് നടക്കുന്നു തോന്നുന്നില്ല. നീ ഇതൊക്കെ ചെയ്യും. വസുന്ധര ഒന്ന് തറപ്പിച്ചു നോക്കിയാൽ ഞാൻ തീർന്നു. വസുന്ധര ആന്റി തറപ്പിച്ചു നോക്കില്ല, ആ ഉറപ്പ് ഞാൻ തരാം. അമ്മ ചെല്ല്. കുഴപ്പമൊന്നും വരില്ലല്ലോടി? ഒരു കുഴപ്പവും വരില്ല. പെർഫോമൻസ് വീക്കാവരുത്. ഓക്കെ അല്ലേ? ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, ഒരു നിമിഷം വസുന്ധര ആന്റി പെരുമാറുന്നത് പോലെ അങ്ങ് പെരുമാറിക്കോന്നേ. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഏറ്റു. അങ്ങോട്ട് ചെല്ലട്ടെ? ചെല്ല്. എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട് എന്റെ അമ്മായിയമ്മയ്ക്ക്. ധൈര്യമായിട്ട് പോ. വസു, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, എന്നിട്ട് ഒരു സാമട്ടിലാണല്ലോ. ഞാൻ പറയുന്ന വല്ലോ നീ കേൾക്കുന്നുണ്ടോ വസു?
പാർവതിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്താ നീ വിളിച്ചേ? പാർവതിയോ? എന്താ അപ്പൊ പാർവതി എന്നല്ലേ പേര്? അതോ ഇനി ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ചണ്ടാല ഭിക്ഷുകി എന്തെങ്ങാനും പേരിട്ടോ? അല്ല, എന്തിനാ എന്നെ വിളിച്ചത്? കാര്യം പറ. ഒന്നുമില്ല. ഹ, കാര്യം എന്താണെന്ന് വെച്ചാ പറയുന്നേ, പറഞ്ഞേ പറ്റൂ. അത് പിന്നെ എനിക്കൊരു ചായ വേണമായിരുന്നു. ഉദ്ദേശിച്ച പറച്ചിലിന്റെ ശൈലി ഇതല്ലായിരുന്നു അല്ലേ? വസു, പോയി എനിക്കൊരു ചായ എടുത്തോണ്ട് വാടി എന്ന് പറയാനല്ലേ മനസ്സിൽ പഠിച്ചു വെച്ചിരുന്നത്? ഏട്ടത്തിക്ക് എന്നോട് ഓർഡർ ഇടാനൊക്കെയുള്ള സമയപരിധി ഇന്നലെ രാത്രിയോടുകൂടി അവസാനിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ, ദാ ഈ നിമിഷം മുതൽ വസുന്ധര തന്നെയാണ് ഈ വീട്ടിലെ അധിപതി. പഴയതുപോലെ എന്റെ മുന്നിൽ വന്നു നിന്ന് ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനും ഇനിയും ഉദ്ദേശം ഉണ്ടെങ്കിൽ ദേ നോക്ക്, തീർത്തുകളയും ഞാൻ. എന്റെ മുന്നിൽ ആജ്ഞയുടെ സ്വരം ഉയർന്നാൽ ആ നാവ് ഞാൻ അരിയും. സപ്പോർട്ടിന് മൂത്ത മരുമകള് വരുമെന്ന എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇനി അങ്ങോട്ട് അവളുടെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും. ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരണോ അല്ലേ? എന്താ വേണോ? ചായ ഒന്നും വേണ്ട. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ചായ വേണം. അമ്മായിയോ മരുമോളോ ആരാണെന്ന് വെച്ചാ വേഗം ഒരു ചായ എടുത്ത് എന്റെ മുറിയിലേക്ക് വാ. വിതിൻ 5 minutes. എന്തുപറ്റിയമ്മേ? വസുന്ധരാന്റി എന്തോ പോയെ ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചതാ. പണി പാളിന്ന് പറഞ്ഞ മൊത്തത്തിൽ പാളി. എന്താ ഉണ്ടായതെന്ന് പറ. ഇതിൽ കൂടുതൽ എന്തോ ഉണ്ടാവാന്? ഞാൻ വലിയ ഗമയിലൊക്കെ തന്നെയാ നിന്നത്. പോയി ചായ എടുത്തോണ്ട് വരാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, വസു പഴയ വസു തന്നെയാ, ഒരു മാറ്റം ഇല്ലെന്നേ. അയ്യോ, ഞാൻ പേടിച്ചു വിറച്ചു പോയില്ലേ. അമ്മ ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ വസുന്ധരാന്റി പറ്റില്ല എന്ന് പറഞ്ഞോ? പറ്റില്ലെന്ന് മാത്രം പറഞ്ഞായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. മേൽ ഇങ്ങനെ ആജ്ഞാപിച്ച എന്റെ നാവ് പിഴുതറിയുന്നു അവള് പറഞ്ഞത്. അത് നിനക്കറിയോ? നമ്മള് രണ്ടുപേരിൽ ഒരാൾ ചായ ഇട്ടോണ്ട് അവളുടെ മുറിയിലോട്ട് ചെല്ലാൻ ഓർഡർ ഇട്ടിട്ട് പോയിരിക്കാം മാഡം. ഞാനേ ചായ കൊണ്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അമ്മ നിക്ക്, വേറൊരു കാര്യമുണ്ട്. ഇനി ഒരു കാര്യമില്ല, ആഗ്രഹമില്ല. എന്റെ എല്ലാ മോഹവും ഇന്നത്തോടെ തീർന്നു. നിന്റെ ഉറപ്പും കേട്ടിട്ട് പോയിട്ടേ ഞാൻ അറ്റാക്ക് വന്ന് ചാകാതെ തിരിച്ചു വന്നത് എന്റെ മഹാഭാഗ്യം. ഞാൻ ചായ കൊണ്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അതിനാകും അടുത്തത്. അമ്മ അവിടെ നിക്കമ്മേ. എടി മോളെ, നിനക്ക് പേടിയൊന്നുമില്ലേ? ആ, അങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ അമ്മേ? നമ്മൾ രണ്ടിലൊരാൾ ചായ കൊണ്ട് കൊടുക്കണമെന്നല്ലേ ആന്റി പറഞ്ഞത്? അമ്മ ആ ചായ എങ്ങെടുക്കും, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അയ്യോ വേണ്ട, നിന്നെ അവൾ എന്തേലും പറയും. ചായ ഇങ്ങോട്ട് എടുക്കമ്മേ. എന്താ പറയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മ ഇവിടെ നിൽക്കും. അയ്യോ വേണ്ട മോളെ. വേണം. ഈ കൊച്ച്, ഈശ്വര, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? അമ്മായിയമ്മയോ മരുമകളോ ആരെങ്കിലും ഒരാൾ ചായയും കൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞപ്പോ മരുമോള് തന്നെ വന്നതിന്റെ കാരണം മനസ്സിലായില്ല. ആ, എന്തായാലും തമ്പുരാട്ടി തന്നെ ചായയും കൊണ്ട് എഴുന്നള്ളിയതല്ലേ,
ഇങ്ങ് തന്നേക്ക്. ആ